സിംഗപ്പൂർ 2 മുതൽ 13 വരെ നടന്ന ഇന്തോനേഷ്യ, പാപ്പുവ ന്യൂ ഗിനിയ, ഈസ്റ്റ് ടിമോർ, സിംഗപ്പൂർ എന്നീ 4 രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ചരിത്രപരമായ അപ്പസ്തോലിക യാത്ര പൂർത്തിയാക്കി ഫ്രാൻസിസ് മാർപ്പാപ്പ റോമിലേക്ക് തിരിച്ചു. പാപ്പയുടെ പൊന്തിഫിക്കേറ്റിലെ ഏറ്റവും ദൈർഘ്യമേറിയ അപ്പസ്തോലിക യാത്രയായിരുന്നു ഇത്. ഇന്തോനേഷ്യ, പാപ്പുവ ന്യൂ ഗിനിയ, ഈസ്റ്റ് ടിമോർ, സിംഗപ്പൂർ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കുകയും രാജ്യങ്ങളിലെ ഭരണാധികാരികൾ, നയതന്ത്ര പ്രതിനിധികൾ, വ്യത്യസ്ത മതനേതാക്കൾ, വിശ്വാസികൾ എന്നീ വിവിധ തലങ്ങളിലുള്ളവരെ സന്ദർശിക്കുകയും അവരുമായി ചർച്ചകൾ നടത്തുകയും ചെയ്തു. സീറോ മലബാർ സഭയിലെ പ്രവാസി രൂപതകളിൽ ഏറ്റവും സജീവവും ഊർജ്ജസ്വലവുമായ രൂപതയാണ് ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയെന്ന് സീറോ മലബാർ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ. രൂപതയിൽ അജപാലന സന്ദർശനം നടത്തുന്ന അദ്ദേഹം റാംസ്റ്റഗേറ്റിലെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ രൂപതയുടെ വൈദിക സമിതിയെ സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു. വിശ്വാസ പരിശീലനത്തിലും അൽമായ ശുശ്രൂഷയിലും അജപാലന ശുശ്രൂഷയിലും യൂറോപ്പിലെ സഭയ്ക്ക് തന്നെ മാതൃകയാണ് ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയുടെ പ്രവർത്തനങ്ങൾ. ഗ്രേറ്റ് ബ്രിട്ടനിലേക്ക് വിവിധ ജോലി മേഖലകൾ തേടി കുടിയേറിയിട്ടുള്ള 70,000-ഓളം സഭാമക്കളുണ്ട്. അവരുടെ കുടിയേറ്റം സാമ്പത്തിക ഉന്നമനം മാത്രം ലക്ഷ്യമാക്കിയുള്ളതാകരുതെന്നും ദൈവം പ്രതീക്ഷിക്കുന്ന പ്രേക്ഷിത ശുശ്രൂഷയ്ക്കായി നിയമിക്കപ്പെട്ട് അയക്കപ്പെട്ടവരാണ് തങ്ങളെന്ന് ബോധ്യമുള്ളവരാവണമെന്നും അദ്ദേഹം ഉദ്ബോധിപ്പിച്ചു. മികച്ച പാർലമെന്റേറിയനും പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ വക്താവുമായി അറിയപ്പെടുന്ന സീതാറാം യെച്ചൂരിയുടെ നിര്യാണത്തിൽ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ അനുശോചനം രേഖപ്പെടുത്തി. മതേതര ജനാധിപത്യ ചേരിയെ ഒരുമിച്ച് നിർത്താനും ശക്തിപ്പെടുത്താനും നിർണായകമായ സംഭാവനകൾ നൽകിയ വ്യക്തിയായിരുന്നു യെച്ചൂരിയെന്ന് മേജർ ആർച്ച് ബിഷപ്പ് തന്റെ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. പൊതുസമൂഹത്തിന് ചെയ്ത നന്മകളുടെ പേരിൽ ജനങ്ങൾ അദ്ദേഹത്തെ അനുസ്മരിക്കുമെന്നും അദ്ദേഹം പ്രസ്താവനയിൽ അറിയിച്ചു. നൈജീരിയയിൽ നടക്കുന്ന ക്രൈസ്തവ വിരുദ്ധ പീഡനങ്ങൾ സൃഷ്ടിച്ച കടുത്ത വെല്ലുവിളികൾക്കിടെ 325 ക്രൈസ്തവ ദേവാലയങ്ങൾ തങ്ങൾക്ക് നഷ്ടപ്പെട്ടെന്ന് നൈജീരിയൻ ബിഷപ്പിന്റെ വെളിപ്പെടുത്തൽ. നൈജീരിയയിലെ വുഗാരിയിലെ കത്തോലിക്ക രൂപത അധ്യക്ഷൻ ബിഷപ്പ് മാർക്ക് മൈഗിഡയാണ് രാജ്യത്തെ ഡബാര സ്റ്റേറ്റിലെ തെക്കൻ താരാബ മേഖലകളിൽ സംഭവിക്കുന്ന ദുരന്തങ്ങളെക്കുറിച്ച് വിവരിച്ചത്. ബൊക്കോ ഹറാം വിമതർ, തട്ടിക്കൊണ്ടു പോകുന്നവർ എന്നിവരും നടത്തുന്ന അക്രമങ്ങൾ പ്രാദേശിക കർഷകരെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ടെന്ന് ACI ആഫ്രിക്കയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ബിഷപ്പ് മാർക്ക് വെളിപ്പെടുത്തി. സിംഗപ്പൂരിൻ്റെ സാമ്പത്തിക, സാങ്കേതിക, സാമൂഹിക രംഗങ്ങളിലുള്ള വളർച്ച മറ്റു രാജ്യങ്ങൾക്കും മാതൃകാപരമെന്ന് ഫ്രാൻസിസ് പാപ്പ. സിംഗപ്പൂരിൽ രാഷ്ട്രീയ, സാമൂഹിക നേതൃത്വങ്ങളും വിവിധ രാജ്യങ്ങളുടെ നയതന്ത്ര പ്രതിനിധികളും ഒന്നിച്ചുള്ള സമ്മേളനത്തിൽ പ്രസംഗിക്കവെയാണ് പാപ്പ ഇപ്രകാരം പറഞ്ഞത്. കത്തോലിക്ക സഭയുടെ സേവനവും കുടുംബങ്ങളുടെ പ്രാധാന്യവും സഹവർത്തിത്വ മനോഭാവത്തോടെയുള്ള ജീവിതത്തിലൂടെയുള്ള വളർച്ചയെക്കുറിച്ചും പാപ്പ പരാമർശിച്ചു. ഉയർന്ന വിദ്യാഭ്യാസവും ആരോഗ്യരംഗങ്ങളും പൊതുപാർപ്പിട സൗകര്യങ്ങളും ഉറപ്പാക്കാൻ ഇതുവരെ രാജ്യത്തിനായിട്ടുണ്ടെന്നും സിംഗപ്പൂരിലെ എല്ലാവർക്കും നല്ലതു വരട്ടെ എന്നും പാപ്പ ആശംസിച്ചു.